പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് രണ്ട് അതിഥികൾ കൂടിയുണ്ട്. ഒന്ന് ഉബി ബാബു, മറ്റൊന്ന് ആര്യ തൃശ്ശൂരിൽ നിന്നും. ഉബി ബാബു രാജ് തിരൂരിൽ നിന്നുമാണ് നമുക്കൊപ്പം ചേരുന്നത്. ഇരുവരും ഈ പ്രദേശം സന്ദർശിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആര്യ, ഗുഡ് മോർണിംഗ്. ആര്യ, ഗുഡ് മോർണിംഗ് സർ. ആര്യ, എവിടെ, നാട്ടിലെത്തിയോ തിരിച്ച്? ഹലോ, ഗുഡ് മോർണിംഗ് സർ. ഇല്ല, ഞങ്ങൾ ഡൽഹിയിൽ ഇപ്പോൾ കേരള ഹൗസിൽ എത്തിയിട്ടുള്ളൂ. ഓക്കെ. ആര്യ, എന്നാ ശ്രീനഗറിലേക്ക് പോയത്? ഞങ്ങള് 20-ാം തീയതി അവിടെ എത്തി. 20-ാം തീയതി ജമ്മുവില് ട്രെയിൻ ഇറങ്ങി. 21-ാം തീയതി. ശരി. ആര്യയുടെ കൂടെ ഇരിക്കുന്നത് ഉബി ബാബു ആണോ? ഹലോ, ഉബി ബാബുരാജ്. ഓക്കെ. അപ്പോൾ ഉബി ബാബുരാജിനും ഒരു ഗുഡ് മോർണിംഗ്. ഞാൻ ആര്യ മാത്രമേ കണ്ടുള്ളൂ നേരത്തെ. അപ്പോൾ പറഞ്ഞോളൂ, എപ്പോഴാണ് എത്തിയത്? പഹൽഗാമിലേക്ക് നിങ്ങൾ പോയോ? ഈ ബൈസരൻ വാലിയിൽ നിങ്ങൾ എന്താണ് ഉണ്ടായിരുന്നത്? ബൈസരൻ വാലിയിൽ ഈ സംഭവം നടക്കുന്ന ദിവസം ഞങ്ങളുണ്ട്. ആ സമയമുണ്ടോ? അല്ല, ബൈസരൻ വാലിയിലല്ല, പഹൽഗാമിൽ ഈ സംഭവം നടക്കുമ്പോൾ നമ്മളുണ്ട്. പഹൽഗാമിലാണുള്ളത്. ഓക്കെ. അപ്പം നിങ്ങൾ ബൈസരൻ വാലിയിലേക്ക് പോകാനായിട്ട് കുതിരപ്പുറത്ത് കയറാൻ തുടങ്ങുമായിരുന്നു ആ സമയത്ത്? അങ്ങനെ പ്ലാൻ ഉണ്ടായിരുന്നോ? അല്ല, കുതിരയ്ക്ക് അവർ വലിയ റേറ്റ് ആണ് പറഞ്ഞത്. 2500 പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വേറെ വ്യൂ പോയിന്റിൽ പോയി, കാറിലാണ് പോയത്. ഫസ്റ്റ് ആരുവാലി എന്ന് പറഞ്ഞ വ്യൂ പോയിന്റിൽ പോയിട്ട് പിന്നെ അവിടുന്ന് തിരിച്ച് കാറിൽ ഈ ബൈസരൻ വാലിക്ക് പോയിരുന്നു. രണ്ടാമത്തെ വ്യൂ പോയിന്റ് ആയിട്ട് നമ്മൾ ബൈസരൻ വാലിനെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. പണ്ട് പോണ വഴിക്ക് ഇങ്ങനെ പെട്ടെന്ന് അവിടുത്തെ ലോക്കൽ പീപ്പിളൊക്കെ ആകെ പേടിച്ചിട്ട് ഓടുണ്ട് അങ്ങോട്ടൊക്കെ. അപ്പോൾ കുറേ പേര് ഇങ്ങനെ ഏതോ വണ്ടിയിലൊക്കെ കയറ്റി, കുറേ വണ്ടിയിലൊക്കെ കയറ്റി പെട്ടെന്ന് പറഞ്ഞയക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്നൊന്നും മനസ്സിലായില്ല. അപ്പോൾ ഞങ്ങളെ ഗൈഡും ഡ്രൈവറൊന്നും എന്താണെന്നുള്ളത് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ പെട്ടെന്ന് റോഡൊക്കെ ഫുൾ ബ്ലോക്കായി, ആൾക്കാരൊക്കെ തലങ്ങും വിലങ്ങും ഓടുണ്ട്. അങ്ങനെ ബൈസരൻ വാലിയിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കുകയായിരുന്നു ആ സമയത്ത്. നടന്നു പോകാനായിരുന്നോ തീരുമാനം? അല്ല, നമ്മള് ടാക്സി രണ്ട് ഇതാണുള്ളത്. നമ്മുടെ പെഹൽഗാമിൽ നമ്മുടെ വണ്ടി അവിടെ നിർത്തിയിട്ട് അവിടുത്തെ ടാക്സി, അല്ലെങ്കിൽ ഒന്നെങ്കിൽ ടാക്സിയിൽ പോകണം, അല്ലെങ്കിൽ അവിടുന്ന് കുതിരയിൽ പോകണം. അപ്പൊ നമ്മള് 10-23 പേരുണ്ടായിരുന്നു. അപ്പൊ കുതിരയ്ക്ക് നല്ല റേറ്റ് ആയതുകൊണ്ട് നമ്മൾ ടാക്സിയിലാണ്, അവിടുത്തെ ടാക്സിയിലാണ് നമ്മൾ പോയിന്റ് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് രണ്ടാമത്തെ സ്ഥലത്ത് ബൈസരൻ വാലി വരെ എത്തുമെന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. കുറച്ച് ദൂരം പോയിട്ട് പിന്നെ നടക്കണം, ഒരു 3-3.5 കിലോമീറ്ററോളം, 5 കിലോമീറ്ററോളം അവിടുന്ന് നടക്കണം. പക്ഷെ ആ യാത്രയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ തന്നെ മുകളിൽ നിന്ന് ആളുകൾ തിരിച്ചു വരുന്നുണ്ടായിരുന്നു അല്ലേ? മുകളിൽ നിന്നും ആൾക്കാർ തിരിച്ചു വരുന്നുണ്ട്. പിന്നെ ഈ റോഡ് സൈഡിലൊക്കെ ഉള്ള ഇവരുടെ തനതായ വേഷമൊക്കെ ഇട്ട ആൾക്കാരില്ലേ, കാശ്മീരി വസ്ത്രധാരികളായിട്ടുള്ള ആൾക്കാർ, അവരൊക്കെ ഇങ്ങനെ പേടിച്ചിട്ട് എന്താ പറയാ, പെട്ടെന്ന് സ്ത്രീകളെയൊക്കെ വാഹനങ്ങളിൽ കയറ്റി പറഞ്ഞയക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എന്താണ് സംഭവിക്കുന്നത് മനസ്സിലായിട്ടില്ല. റോഡൊക്കെ ആകെ ബ്ലോക്ക് ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ. പിന്നീട് എപ്പോഴാണ് ഇതൊരു ഭീകരാക്രമണമാണെന്ന് അറിഞ്ഞത് ഉബി? അത് കാറിൽ കയറി വേം പോവാ പറഞ്ഞു. അപ്പം ഞങ്ങളിങ്ങനെ എന്താന്ന് ചോദിക്കണ്ടായിരുന്നു അവരോട്. അപ്പൊക്കെ ചെറിയ രീതിയിൽ ടെററിസ്റ്റ് അറ്റാക്ക് എന്നുള്ള വാക്കൊന്നും അവർ പറഞ്ഞിട്ടില്ല. അവര് എന്താ പറഞ്ഞത്, ഓപ്പൺ ഫയർ ഉണ്ടായി, ഒരാൾക്കൊക്കെ വെടിയേറ്റിട്ടുണ്ട് എന്നാണ് നമ്മുടെ അടുത്ത് അപ്പൊ പറഞ്ഞത്. നമ്മുടെ ഗൈഡ് അപ്പൊ അങ്ങനെ പറഞ്ഞത്, ഒരാൾക്ക് വെടിയേറ്റിട്ടുണ്ട്, പറഞ്ഞു. അപ്പൊ ഞങ്ങളൊരു ചെറിയ കുട്ടിയടക്കം 23 പേരുണ്ടായിരുന്നു ഞങ്ങൾ ഒരുമിച്ച്. ഓക്കെ. എന്തായാലും ആര്യ, ഒരു വല്ലാത്ത ടെൻഷനായി. ഇനിയിപ്പോ എന്താ, നാട്ടിലേക്ക് തിരിച്ചു? ഇത് ഞങ്ങൾ ശരിക്കും എന്താ പറയാ, ഹൈവേ വഴി വരണ്ടായിരുന്നു. പിന്നെ അവിടെ മേഘവിസ്ഫോടനം ഉണ്ടായിട്ട് റോഡൊക്കെ ക്ലോസ് ആയി എന്ന് പറഞ്ഞു. അപ്പം അത് കാരണം മുഗൾ റൂട്ട് എന്ന് പറഞ്ഞിട്ടൊരു വഴി കൂടിയാണ് പോകുന്നത്. അപ്പോൾ എല്ലാ മലയാളികൾ മാത്രമല്ല, എല്ലാ ടൂറിസ്റ്റുകളും ഒരുമിച്ച് റിട്ടേൺ അടിച്ചു. അപ്പോൾ അത് കാരണം ഈ റോഡൊക്കെ നല്ല ജാമായിരുന്നു. എല്ലാ വാഹനങ്ങളും ഞങ്ങള് വൈകുന്നേരം 9:30 ട്രെയിൻ കയറി ഇപ്പം ഡൽഹിയിലെത്തി. ഇന്ന് വൈകിട്ടാണ് ഇവിടുന്ന് ട്രെയിന്.
ഇന്ന് Thank you. രാത്രി ഇവിടുന്ന് തിരിക്കും. Okay, okay. 26-ാം തീയതി 3 മണിയൊക്കെ ആകുമ്പോൾ തൃശ്ശൂർ എത്തുന്നുണ്ട്. ഓക്കെ, താങ്ക് യു ഉബി, താങ്ക് യു ആര്യ. എന്തായാലും അതൊരു വേറൊരു തരം അനുഭവമായി പോയി. അടുത്ത തവണ ബൈസൺ വാലി സന്ദർശിക്കും നിശ്ചയമായും, എല്ലാ സംഘർഷങ്ങളും ഒഴിഞ്ഞതിന് ശേഷം. താങ്ക് യു ഉബി, താങ്ക് യു ആര്യ.